കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര എന്ന് ഏവർക്കും അറിയാമല്ലോ. ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാൾ. നാം ഏവരും ഭക്തിപുരസ്സരം കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ധനുത്തിരുവാതിര. പാർവതീദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസവും ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം. ഇതല്ലാതെ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസ്സിന് ശല്യമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ഉപവാസമെടുത്ത ദിവസവും കൂടിയാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട്. ഇനി തിരുവാതിര വ്രതം എന്തിനാണ് സ്ത്രീകൾ എടുക്കണമെന്ന് നോക്കാം. ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമായിട്ടാണ് ഈ ദിവസം സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കുന്നത്. വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമാണ് തിരുവാതിര വ്രതം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വ്രതം എടുക്കുന്ന സുമംഗലിമാർക്ക് ദീർഘമാംഗല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ പുരുഷനെ ഭർത്താവായി ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. എന്താണ് തിരുവാതിര വ്രതാനുഷ്ഠാനമെന്ന് നമുക്ക് നോക്കാം. തിരുവാതിര നാളുടെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതമായിട്ട് ആചരിക്കുന്നത്. പണ്ട് ഒക്കെ ആണെങ്കിൽ 10 ദിവസം മുൻപ് വ്രതം ആരംഭിക്കുന്നുണ്ടായിരുന്നു. ഈ 10 ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളിക്കണമെന്നാണ് വിശ്വാസം. 9-ാം ദിവസം മകരനാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങൾ നീളും. 10-ാം ദിവസമാണ് തിരുവാതിര. ഈ 10 ദിവസങ്ങളിലും ഉപവാസം വേണമെന്നാണ് വിശ്വാസം. ജലപാനവും ഫലങ്ങൾ ഭക്ഷിക്കുകയൊക്കെ ചെയ്യാം. തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്നും വിശ്വാസമുണ്ട്. തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും തുടിച്ചു കുളിക്കുകയൊക്കെ പണ്ടുകാലത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നവർ ഉണ്ടാവാം. തിരുവാതിര ദിവസം സ്ത്രീകൾ മൂന്നും, അതായത് വെറ്റില, അടക്ക, ചുണ്ണാമ്പ്, ഇത് മൂന്നും കൂട്ടിയിട്ട് മുറുക്കും പാതിരപ്പൂ ചൂടുന്നത് വരെ നാമജപവുമായി കഴിച്ചു കൂട്ടണം എന്നൊക്കെയാണ് വിശ്വാസം. അതിനുശേഷം പാതിരാപ്പൂ ചൂടി തിരുവാതിര കളിക്കണം. അതിനുശേഷം തുടിച്ച് കുളിക്കണം, അതായത് കുളത്തിൽ മുങ്ങി കുളിക്കണം. ഇതാണ് തിരുവാതിരയുടെ അന്നത്തെ രീതി. വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ 10 ദിവസമൊന്നും വ്രതമെടുക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വ്രതമെടുക്കാമെന്ന് ഒന്ന് നോക്കാം. ഈ പ്രാവശ്യം ജനുവരി 12-ന് പകൽ 11:26 മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭമാണ്. പിറ്റേ ദിവസം 10:39 വരെ തിരുവാതിര നക്ഷത്രമാണ്. ഇതാണ് തിരുവാതിരയുടെ സമയം. ഒന്നുകൂടി പറയാം. 12-ാം തീയതി രാവിലെ 11:26 മുതൽക്ക് 13-ാം തീയതി പകൽ, അതായത് രാവിലെ 10:39 വരെയാണ് തിരുവാതിര വ്രതത്തിൻ്റെ സമയം. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം മുതൽക്ക് അവസാനിക്കുന്നത് വരെ ഉപവാസം എടുക്കുന്നതാണ് തിരുവാതിര വ്രതത്തിൻ്റെ രീതി. ഒരിക്കലൂണായും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയനുസരിച്ച് നമുക്ക് അതിൽ തീരുമാനമെടുക്കാവുന്നതാണ്. തിരുവാതിര ദിവസം വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ശിവന് പിൻവിളക്കും മുൻവിളക്കും വഴിപാടുകളും കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. പിൻവിളക്ക് വളരെ വിശേഷമാണ്. പിൻവിളക്ക് നമ്മൾ കത്തിക്കുന്നത് പാർവതീദേവിക്കും കൂടെ ചേർന്നിട്ടാണല്ലോ. അതിനാൽ പാർവതീദേവിയുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് പിൻവിളക്ക് കത്തിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അന്ന് അർദ്ധരാത്രിയിലാണ് ഈ പാതിരാപ്പൂ ചൂടലും തിരുവാതിരക്കളിയും പോലുള്ള ആചാരങ്ങൾ നടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അന്നത്തെ ദിവസം വ്രതം എടുക്കുന്നവർ അതുകൊണ്ട് ഉറങ്ങരുതെന്നാണ് സങ്കല്പം. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവഭഗവാനെ ഭജിക്കുക. പക്ഷേ വ്രതം മുറിക്കേണ്ടത് 10:39 ശേഷമായിരിക്കണം. സമയം പറഞ്ഞല്ലോ, 10:39 വരെയാണ് തിരുവാതിര നക്ഷത്രം ഉള്ളത്.
അതിനാൽ 10 മണി കഴിഞ്ഞ് 39 മിനിറ്റിന് ശേഷം വേണം വ്രതം മുറിക്കേണ്ടത്. തിരുവാതിര വ്രതം എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണെന്ന് നോക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ഐക്യത്തിന് വളരെയധികം ഉത്തമമാണ് ഈ തിരുവാതിര വ്രതം. അതുമാത്രമല്ല, പങ്കാളികൾക്കിടയിലുള്ള കലഹം ഇല്ലാതാക്കാനും ഈ തിരുവാതിര വ്രതത്തിന് ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ കലഹമുള്ള ദമ്പതികൾ, അതിൽ സ്ത്രീകൾ തീർച്ചയായിട്ടും ഈ തിരുവാതിര വ്രതം എടുക്കുക. ആ കലഹങ്ങളൊക്കെ മാറി വളരെയധികം ഐക്യം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ദീർഘമാംഗല്യത്തിനും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും തിരുവാതിര വ്രതം വളരെയധികം ഉത്തമമാണ്. മക്കൾക്ക് ഐശ്വര്യം ലഭിക്കുവാനും ഈ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി നല്ല വരനെ ഭർത്താവായിട്ട് ലഭിക്കുവാനും ഈ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുക. സന്താന സൗഭാഗ്യത്തിനും തിരുവാതിര വ്രതം ഉത്തമമാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾ അകറ്റുവാനും കുടുംബസുഖം കൈവരാനുമായാണ് ഈ തിരുവാതിര വ്രതം എടുക്കുന്നത്. തിരുവാതിര വ്രതം ദേശഭേദമനുസരിച്ച് അനുവർത്തിച്ച് വരുന്നത് പോലെ ചടങ്ങുകളൊക്കെ ചെയ്ത് വേണം അനുഷ്ഠിക്കാനായിട്ട്. ഏവർക്കും ദാമ്പത്യ ഐക്യവും സകല ഐശ്വര്യവും കുടുംബസുഖവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.